ഹോങ്കോങ്ങിലെ ക്രിസ്മസ് ആഘോഷവും അവിടുത്തെ ലേസർ ഷോയും കാണുന്നതിനായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ടെങ്കിലും ഹോങ്കോങ്ങിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളും ലേസർ ഷോയും ലോകപ്രശസ്തമാണ്. ഇവ രണ്ടും കാണാനായി മാത്രം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ആയിരങ്ങളാണ് ഇവിടെ വന്നുപോകുന്നത്. രണ്ടുവരി പാതകൾക്ക് ഇരുവശവും മനോഹരമായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. റോഡുകളിലാകട്ടെ ട്രാഫിക് സിഗ്നലുകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വീടുകളുടെ നിർമ്മാണത്തിലുമുണ്ട് ചില സവിശേഷതകൾ. എല്ലാറ്റിലും തങ്ങളുടേതായ ഒരു കയ്യൊപ്പ് ചാർത്തി തന്നെയാണ് ഹോങ്കോങ്ങിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം കാണാനാകുന്നത്. അകലെ അസ്തമയ സൂര്യൻ ദിവസം അവസാനിക്കാൻ പോകുന്നു എന്ന് സൂചന നൽകി കടും ചുവപ്പ് നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ചൈനയിലെ പ്രത്യേക ഭരണപ്രദേശമാണ് ഹോങ്കോങ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാണ് ഹോങ്കോങ്. 1842 വരെ ബ്രിട്ടന്റെ കയ്യിലായിരുന്ന ഹോങ്കോങ് 1997 ചൈനയ്ക്ക് തിരിച്ചു കിട്ടിയത്. എങ്കിലും 2047 വരെ ചൈനയും ബ്രിട്ടനും സംയുക്തമായി നടപ്പിലാക്കുന്ന ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ രാജ്യവും രണ്ട് വ്യവസ്ഥയുമുള്ള ഹോങ്കോങ്ങിന് സ്വന്തമായി നിയമവ്യവസ്ഥയും നാണയവുമുണ്ട്. തെക്കൻ ചൈനയിലെ 236 ദ്വീപുകൾ ചേർന്ന പ്രദേശമാണ് ഹോങ്കോങ്. സുഗന്ധ തുറമുഖം എന്നാണ് ഹോങ്കോങ് എന്ന വാക്കിനർത്ഥം. ഹോങ്കോങ്ങിലെ അപ്ലേ ചൗ ദ്വീപാണ് ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ്. ഐസ്ക്രീം വിൽപ്പന നമ്മുടെ നാട്ടിലേതുപോലെ മൊബൈൽ വാഹനങ്ങളിലാണ്. ലിഫ്റ്റ് കേടായതിനാൽ ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. മുകളിൽ കയറാൻ പടികയറ്റം തന്നെ ആശ്രയം. അകലെ അസ്തമയ സൂര്യൻ അതിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വാദകന് നൽകി യാത്രയ്ക്കൊരുങ്ങുകയാണ്. കെട്ടിടങ്ങളും ഓളപ്പരപ്പും നീലയും ചുവപ്പും പ്രകാശങ്ങൾ കൊണ്ട് തുടുത്തു. അകലെയുള്ള ബഹുനില മന്ദിരങ്ങളുടെ മുകളിൽ നിന്നും ചില പരസ്യ ബോർഡുകൾ തെളിഞ്ഞു തുടങ്ങി. ഇവിടെ നിന്നുകൊണ്ടാണ് ആയിരങ്ങൾ പ്രതിദിനം ലേസർ ഷോ കാണുന്നത്. എന്നാൽ ഇപ്പോൾ അധികം പേരില്ല. പ്ലാറ്റ്ഫോമിൻ്റെ പാതിഭാഗവും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. ഇവരെല്ലാം ലേസർ ഷോയുടെ മാസ്മരിക വർണ്ണക്കാഴ്ച ആസ്വദിക്കാൻ നേരത്തെ തന്നെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ഓളപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന ബോട്ടുകളെ തൻ്റെ ക്യാമറയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഒരു സന്ദർശക. കടലാസു ചെടിയുടെ അടുത്തിരുന്ന് കുറുകുന്ന ഒരു പ്രാവിനെയും കുറച്ചു മാറിയിരുന്ന് കുറുകുന്ന മറ്റൊരു ഇണപ്രാവിനെയും ഞാൻ നോക്കി നിന്നു. പ്രാവിൻ്റെ കുറുകൾ ശ്രദ്ധിച്ചാൽ അതിലുമുണ്ടൊരു സംഗീതം. താഴെയായി ഒരു പാർക്ക് കണ്ട് അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. പാർക്കിന് നടുവിലായി ചതുരാകൃതിയിലുള്ള ഒരു കുളവും കുളത്തിന് നടുക്കായി കുറെ ജലധാരകളും. ഹോങ്കോങ്ങിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളുടെ മുകളിലും സ്ക്രോളിംഗ് പരസ്യ ബോർഡുകൾ ഞാൻ കണ്ടു. ക്ലോക്ക് ടവറിന് സമീപത്തായി കണ്ട ഫ്ലൈയിങ് ഫ്രഞ്ച്മാൻ എന്ന ശില്പത്തിനെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞാൻ ക്യാമറയിൽ പകർന്നു. ചിറകുകൾ കൂട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമാണ് ആ ശില്പത്തിന്. നേരത്തെ അകലെ കണ്ട കെട്ടിടങ്ങളിൽ പലതിലും വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. ലേസർ ഷോ തുടങ്ങുന്നതിന് മുമ്പായി എനിക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങൾ കാണേണ്ടതുണ്ട്. അതിനായി ഞാൻ സമീപത്തെ ക്രിസ്മസ് സെലിബ്രേറ്റിംഗ് സെന്ററിലേക്ക് കയറി. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ വിളക്കുകളാണ് എന്നെ അവിടെ സ്വീകരിച്ചത്. തട്ടുതട്ടുകളായി ഉണ്ടാക്കിയ ക്രിസ്മസ് കേക്കും അതിനു ചുറ്റിലുമായി ക്രിസ്മസ് ട്രീകളും വിവിധ വർണ്ണത്തിലും വലിപ്പത്തിലും തീർത്ത ബോളുകൾ ചേർത്താണ് കേക്കിനെ അലങ്കരിച്ചിരിക്കുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവന് സമാധാനവും ശാന്തിയും നൽകാനെത്തിയ ആ മഹാന്റെ തിരുനാമങ്ങൾ വാഴ്ത്തുന്നതിനോടൊപ്പം
അവസാനമില്ലാത്ത ആഘോഷങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. സന്ദർശകരുടെ തിക്കും തിരക്കും ക്രിസ്തുമസ് രാവുകളെ ജീവസുറ്റതാക്കുന്നു. ക്രിസ്തുമസ് കാഴ്ചകളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന ധാരാളം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെയും ഞാൻ അവിടെ കണ്ടു. അവർ ക്യാമറ പിടിക്കുന്ന രീതിയും ലൈറ്റുകൾക്കനുസൃതമായി സ്വിച്ചുകൾ സെറ്റ് ചെയ്യുന്നതും ഞാൻ ശ്രദ്ധിച്ചു. ഏതു പടമെടുത്താലും തൃപ്തി വരാത്ത രീതിയിൽ വീണ്ടും വീണ്ടും പടമെടുക്കുകയാണവർ. എന്നാൽ സാധാരണക്കാരാകട്ടെ സ്വന്തം മൊബൈൽ ക്യാമറയിലെടുക്കുന്ന ഏതു പടം കണ്ടാലും ശരി, വളരെ തൃപ്തിയോടെ, വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്. നാല് വശവും അലങ്കരിച്ച പ്രത്യേക ഭാഗത്താണ് ആഘോഷ സാധനങ്ങളിലധികവും സജ്ജീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുമസിനും ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. കുട്ടികളെ ആകർഷിക്കത്തക്ക വിധം ചുവരുകളിൽ കാർട്ടൂൺ ചിത്രങ്ങളോടൊപ്പം ക്രിസ്മസ് സന്ദേശങ്ങളും അച്ചടിച്ച പോസ്റ്ററുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നക്ഷത്ര വിളക്കുകളും ക്രിസ്തുമസ് ബോളുകളും ആകർഷണീയമായി സജ്ജീകരിക്കുന്നതിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് ഹോങ്കോങ്ങുകാർക്ക്. കേക്കിൻ്റെ മാതൃകയിൽ വലിയ ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. തൂങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്മസ് കേക്കിന് ചുറ്റുമായി സ്വർണ്ണ നിറത്തിലുള്ള ബോളുകൾ കൊണ്ട് അലങ്കരിച്ച് പ്രത്യേകതരം ലൈറ്റുകളും നൽകിയിരിക്കുന്നു ഇവിടെ. ക്രിസ്തുമസ് ബോളുകൾ കണ്ടാൽ തൂങ്ങി നിൽക്കുന്ന ആപ്പിളുകൾക്ക് സമാനമാണ്. ബഹുവർണ്ണ നിറത്തിലുള്ള ബോളുകളുടെ ആകർഷണീയത ആരും ഒരു നിമിഷം നോക്കി നിന്നു പോകും. ക്രിസ്തുമസ് ബോളുകൾക്കിടയിലൂടെ കടത്തിവിടുന്ന ലൈറ്റുകളാണ് ഇവയെ ആകർഷകമാക്കുന്ന പ്രധാന ഘടകം. കേക്കും മരവും മുത്തുമാലയും തുടങ്ങി സാധാരണ നമ്മൾ ചെറുതായി കാണുന്ന എല്ലാത്തിനെയും വളരെ നിറഭംഗിയോടെ വലിയ വലിപ്പത്തിൽ കണ്ടപ്പോൾ എനിക്കറിയാതെ തന്നെ അത്ഭുതം തോന്നിപ്പോയി. മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കാനുള്ള നിറങ്ങൾ ഇവരെങ്ങനെ മെനഞ്ഞെടുക്കുന്നു എന്ന് അതിശയത്തോടെ ഞാൻ നോക്കി നിന്നു. നിറങ്ങൾ മാത്രമല്ല, ചെറുതായ മുത്തുമണികൾ വലുതാകുമ്പോഴും അതിൻ്റെ രൂപത്തിന് ഒരു കോട്ടവും വരാതിരിക്കാൻ അവരുടെ കരവിരുതിന് പ്രത്യേകം സാധിക്കുന്നുണ്ട്.
ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ ഒഴുകിയെത്തുന്ന സഞ്ചാരികളെ ഞാൻ എൻ്റെ ക്യാമറയിലാക്കി. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി ആകർഷണീയമാണ് ഈ ക്രിസ്മസ് ബോളുകൾ. കറങ്ങിയാടുന്ന ഇവയിൽ പ്രകാശം പ്രതിഫലിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയുണ്ട്. ഹാർബറിനും ഷോപ്പിംഗ് സെന്ററിനുമിടയിൽ തീർത്തിരിക്കുന്ന ഈ ക്രിസ്മസ് അലങ്കാര കേന്ദ്രം സഞ്ചാരികളുടെ മനസ്സിന് ഉത്സവ അന്തരീക്ഷം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. മുതിർന്നവരെ പോലെ തന്നെ സഞ്ചാരികളുടെ ഒപ്പമുള്ള കുഞ്ഞുങ്ങളും ഈ കാഴ്ചകൾ ആവോളം ആസ്വദിക്കുന്നുണ്ട്. പുതുവത്സരത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുള്ള സഞ്ചാരികൾ എല്ലാം മറന്ന് നടക്കുകയാണ്. വർണ്ണവിളക്കിൻ്റെ പ്രകാശത്തിൽ സഞ്ചാരികൾക്കെല്ലാം ഏതാണ്ട് ഒരേ നിറമാണെന്ന് എനിക്ക് തോന്നി.